അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സംഘപരിവാർ സംഘടനകളും പന്തളം കൊട്ടാരവും. സെപ്റ്റംബർ 22-ന് പന്തളത്ത് വിപുലമായ പരിപാടി സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെ എത്തിക്കാനും ശ്രമം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാടിലാണ് UDF ഉള്ളത്. ബഹിഷ്കരിക്കില്ല എങ്കിലും തൽക്കാലം സഹകരിക്കില്ല എന്ന അഴകുഴമ്പൻ പ്രഖ്യാപനമാണ് VD സതീശൻ നടത്തിയത്. അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമെന്നാണ് അവരുടെ വിലയിരുത്തൽ. യുവതീ പ്രവേശന സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നും നാമജപ കേസുകൾ റദ്ദാക്കുമോ എന്നും UDF ചോദിക്കുന്നു. ആരൊക്കെ എതിർത്താലും അയ്യപ്പ സംഗമവുമായി മുന്നോട്ടെന്ന് CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. വിശ്വാസികളെ ചേർത്ത് നിർത്തി വർഗീയതയെ പ്രതിരോധിക്കും എന്ന് MV ഗോവിന്ദൻ. ശബരിമല യുവതീ പ്രവേശനം കഴിഞ്ഞ അധ്യായമെന്നും അടഞ്ഞ അധ്യായമല്ല എന്നും ഗോവിന്ദൻ. ഭക്തമനസ് ആർക്കൊപ്പം എന്നാണ് ഹോട്ട് ടി ആൻഡ് ടോക്ക് ചോദിക്കുന്നത്. CPM നേതാവ് ജേക്ക് സി തോമസ്, BJPയുടെ ജിതിൻ ദേവ് എന്നിവർ ചേരുന്നു. ആദ്യം ജിതിൻ ദേവിലേക്ക് പോയാൽ, ജിതിൻ, എന്തിനാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുമ്പോൾ, ദേവസ്വം ബോർഡ് നടത്തുമ്പോൾ BJPയും സംഘപരിവാർ സംഘടനകളടക്കമുള്ളവരും പന്തളം കൊട്ടാരവുമായൊക്കെ ചേർന്ന് ഒരു ബദൽ സംഗമം സംഘടിപ്പിക്കുന്നത് എന്തിനാണ്? ഭയക്കുന്നുണ്ടോ BJP? BJPക്ക് യാതൊരു തരത്തിലുള്ള ഭയവും ഇക്കാര്യത്തില്ല. BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ആദ്യം മുതൽ ആഗോള അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് BJP ആദ്യം മുതൽക്ക് തന്നെ ചോദ്യം ചെയ്യുന്നത്. കാരണം ഇവർ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് സനാതന ധർമ്മത്തെ മലേറിയെന്നുമൊക്കെ വിശേഷിപ്പിച്ച സ്റ്റാലിനെ ആയിരുന്നു. സ്റ്റാലിനെ ഇതിൻ്റെ ഉദ്ഘാടകനെ ക്ഷണിച്ചതിലുള്ള ഔചിത്യമില്ലായ്മയാണ് ആദ്യം BJP ചോദ്യം ചെയ്തത്. രണ്ടാമത് BJP ചോദ്യം ചെയ്തത് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ സംഘടിപ്പിക്കേണ്ട അല്ലെങ്കിൽ പമ്പയിൽ സംഘടിപ്പിക്കേണ്ട ആവശ്യകത ഇന്ന് എന്താണെന്നുള്ളതാണ്. യുവതീ പ്രവേശന നിലപാടിൽ CPMന്റെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളതാണ്. CPMന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്നുള്ളതാണ്. ആരാണ് ഈ 3000 ഡെലിഗേറ്റുകൾ? എന്തിനാണ് ഭക്തർക്ക് ഇങ്ങനെ കാറ്റഗറി നിർണ്ണയിക്കുന്നത്? ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി ഭരിക്കുമ്പോൾ, ഒരു സർക്കാർ ഉള്ള സമയത്ത് ഇങ്ങനെ ഭക്തർക്ക് വിവിധ തരത്തിലുള്ള ക്ലബ് മെമ്പർഷിപ്പ് കാറ്റഗറി തിരിച്ച് ഭക്തരെ ഇങ്ങനെ തരംതിരിവ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിൽ ധർമ്മശാസ്താവിൻ്റെ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠയുള്ളത്. ധർമ്മശാസ്താവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും തുല്യമായ തരത്തിലുള്ള നീതി. നമുക്കറിയാം, ശബരിമലയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും തത്വമസി എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരനെയും പണക്കാരനെയും എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ഒരു മൂർത്തിക്ക് മുമ്പിൽ ഇങ്ങനെ കാറ്റഗറി നിർണയിച്ച് എന്തിനു വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഗിമിക്ക്, ഒരു രാഷ്ട്രീയ അജണ്ട കുത്തി നിറച്ച ഒരു ബിസിനസ് മീറ്റ് ശബരിമലയുടെ സന്നിധാനത്ത് സംഘടിപ്പിക്കുന്നതിനെയാണ് BJP ആദ്യം മുതൽക്ക് ചോദ്യം ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ദേശശുദ്ധി, ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ എല്ലാവരെയും തുല്യരായി അവിടെ കാണുന്നില്ല, അവിടെ യുവതികളെ തുല്യരായി കാണുന്നില്ല എന്ന പ്രശ്നമുണ്ട്. അത് അയ്യപ്പന്റെ പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് നിങ്ങളെയൊക്കെ സംബന്ധിച്ച്. ലക്ഷ്മി, ഈ ശബരിമലയിലെ വിശ്വാസ പ്രമാണങ്ങളെ സംബന്ധിച്ച് നമ്മൾ ദീർഘനേരം ഡിബേറ്റ് നടത്തിയാലും ചില ആൾക്കാർക്ക് ഇതേ സംബന്ധിച്ച് ബോധ്യം വരാൻ സമയമെടുക്കും. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടില്ല. താങ്കൾക്കും എനിക്കും അറിയാവുന്നതാണ്, അവിടെ ഒരു പ്രായപരിധിയിലുള്ള യുവതികൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും BJPയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു സംഘടനകളോ കൊണ്ടുവന്നില്ല. ഇത് ശബരിമല എന്ന ക്ഷേത്രത്തിന്റെ പുരാതന കാലം മുതലേ അവിടെ നിലനിൽക്കുന്ന ആചാരമാണ്. ഈ ആചാരത്തെ അട്ടിമറിക്കാൻ CPM ശ്രമിച്ച സമയത്താണ് കേരളത്തിലെ ഭക്തജന സമൂഹം, ഈ ലോകമൊക്കെയുള്ള അയ്യപ്പ വിശ്വാസികൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഇപ്പോൾ തുറന്നു പോലും പറയാൻ തയ്യാറാകാതെ MV ഗോവിന്ദന്റെ പ്രസ്താവന താങ്കൾ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് അടഞ്ഞ അധ്യായം, ഇന്ന് തിരുത്തിയിരിക്കുന്നു അത് കഴിഞ്ഞ അധ്യായം. അപ്പോൾ ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? CPMനെ വിശ്വാസത്തിലെടുത്ത് വിശ്വാസികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഏത് സമയത്തും നിലപാട് മാറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവരുടെ ഐഡിയോളജിയുമായി ഇതിനൊരു ബന്ധവുമില്ല. വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും കാറൽ മാർക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. CPMുമായി യാതൊരു ബന്ധവുമില്ല. CPM മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രത്തിൽ ഇതിനകത്തൊന്നും ഒരു ഘടകങ്ങളും യാതൊരു തരത്തിലും ബന്ധമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇവർ നോക്കുന്നത് അയ്യപ്പന്റെ മറവിൽ എങ്ങനെയെങ്കിലും കുറച്ച് സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക, അയ്യപ്പന്റെ മറവിൽ സാധിക്കുമെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് പകരം ഒരു ഭൂരിപക്ഷ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ജനങ്ങളെ ഇതിൽ ആചാരങ്ങൾ എന്ന് പറയുന്ന വിഷയമുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആചാരങ്ങളുടെ ഭാഗമായി ഈ ദളിത് വിഭാഗങ്ങളെ അടക്കം ക്ഷേത്രത്തിൽ കയറ്റാത്ത സാഹചര്യമുണ്ടായി. അതൊക്കെ വലിയ നവോത്ഥാന മുന്നേറ്റത്തെ കൂടിയാണ്. അങ്ങനെയുള്ള ആ അവകാശങ്ങൾ നേടിയ
നടപടിയെടുത്തത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭരണഘടനയായി നൽകുന്ന തുല്യതയ്ക്ക് എതിരാണ്. ഇപ്പോൾ ഒരു സുപ്രീം കോടതി വിധി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതനുസരിച്ച് അയ്യപ്പ ഭക്തരെ സത്യത്തിൽ ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഇതിന് എതിർത്ത് നിൽക്കുന്നവരെ അങ്ങനെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത്. RSSനടക്കം അതിനകത്ത് യുവതി പ്രവേശനത്ത് RSSനകത്തടക്കം ഒരു എതിർപ്പുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആദ്യഘട്ടത്തിലൊന്നും എതിർപ്പില്ലായിരുന്നു. പിന്നീട് എങ്ങോട്ടേക്കാണ് വളരെ കൃത്യമായി രാഷ്ട്രീയമായി നേട്ടം കൊയ്യാൻ കഴിയുക, ഒരു സുവർണ അവസരമാക്കുകയായിരുന്നു ഇതിനകത്ത് BJPയും RSSും എന്നുള്ളത് നമുക്ക് വളരെ ഭംഗിയായി അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ വളരെ സമീപകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ജിതിലേക്ക് ഞാൻ മടങ്ങിയെത്താം. അതിനകത്ത് വിയോജിപ്പുണ്ട് ഞാൻ പറഞ്ഞതിലെന്നറിയാം. തിരിച്ചെത്താം. ജയ്ക്ക്, ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഇന്ന് കോടതി അടക്കം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഒരു വ്യക്തത വരുത്താനുള്ളത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട്? എങ്ങനെയാണ് ഈ ഭക്തർക്ക് കാറ്റഗറി നിശ്ചയിക്കുന്നത്? നേരത്തെ CPM പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുള്ള പിന്നോട്ട് പോക്കല്ലേ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നു ബഹുമാന്യനായ BJP നേതാവ്, ആ BJP നേതാവിന്റെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം കരുതിയിട്ടുള്ളത് ഇത് CPMന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടാൻ വേണ്ടി പോകുന്ന ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടിയുടെ വിളംബരമാണ് ഈ 20-ാം തീയതി പമ്പയുടെ മണൽപ്പരപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇതൊരിക്കലുമല്ല. ഇത് ഇന്ത്യയിൽ തന്നെ ശതകോടിക്കണക്കിന് വരുന്ന തുക സർക്കാർ സഹായത്തോടു കൂടെ പ്രവർത്തിക്കുന്ന, ക്ഷേത്രങ്ങളെ ഏറ്റവും മനോഹരമായി പരിപാലിക്കുന്നതിൽ ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായ സ്ഥാനം കൈവരിച്ചിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി. ആ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സമ്മോഹനമായ ഒരു ചടങ്ങാണ്, ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന, കേരളീയ പ്രതീകമാകാൻ വേണ്ടി പോകുന്ന ഒരു ചടങ്ങാണ് ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത്. അതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അല്ലെങ്കിൽ CPIM ഇവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടി പരിപാടിയായിട്ട് ആരും, യുക്തിസഹമായി ചിന്തിക്കുന്ന ആരും അതിനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ശബരിമലയുടെ ചരിത്രാതീത കാലഘട്ടത്തെ സംബന്ധിച്ച് പല ആളുകൾക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അങ്ങ് സൂചിപ്പിച്ച മുൻ കോടതി ഉത്തരവിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ മലയര സഭ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ക്ഷേത്രത്തിന്റെ രൂപീകരണ ഘട്ടം മുതൽ അവർക്കുണ്ടായിരുന്ന അവകാശത്തെ സംബന്ധിച്ചൊക്കെ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ ആളുകൾ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. മലയര സഭ മുതൽ നായർ സർവീസ് സൊസൈറ്റി വരെ, KPMS മുതൽ SNDP വരെ വിവിധ സാമുദായിക സംഘടനകൾ, ഒരു കാലയളവിൽ കേരളീയ നവോത്ഥാനത്തിന്റെ സമരസമരിയുടെ പ്രതീകമായിട്ടുള്ള വിവിധ സാമുദായിക പ്രസ്ഥാനങ്ങൾ, അവരുടെ പ്രതിനിധികൾ KPMS എതിർത്തില്ല എന്ന് മാത്രമല്ല, KPMS സർക്കാരിനെ സംബന്ധിച്ച് അവർ മുൻകാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ചൊരു നിലപാടിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതോടൊപ്പം KPMS നിർബന്ധമായും കണിശമായും പറയുന്നുണ്ട്, മലയേറിയ സഭയോടൊപ്പം, NSSനോടൊപ്പം, SNDPയോടൊപ്പം, കേരള ദലിത് ഫെഡറേഷനോടൊപ്പം KPMSന്റെ പ്രതിനിധികളും അതിന്റെ നേതൃത്വവും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ സെപ്റ്റംബർ മാസം 20-ാം തീയതി നിർബന്ധമായും ഉറപ്പായും ഉണ്ടാകും എന്നവർ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇത് കാണേണ്ടത്, ഇപ്പൊ തത്വമസിയെ കുറിച്ച് പറഞ്ഞു, അഭൂതപൂർണമായ ഒരു സങ്കല്പമാണ് ലോകത്തെ മതവിശ്വാസങ്ങൾക്ക് നടുവിൽ ശബരിമല എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആരാധിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഈശ്വരനും ഈശ്വരനിൽ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തനും ഒരേപോലെ ഒരേ നാമത്തിൽ അറിയപ്പെടുന്ന മനോഹരമായ സങ്കല്പത്തിന്റെ പ്രതീകമാണ് തത്വമസി, അഥവാ അത് നീ തന്നെയാകുന്നു. എന്നിൽ കുടികൊള്ളുന്നു എന്ന് കരുതപ്പെടുന്ന ഈശ്വരന്റെ ചൈതന്യം ഭക്തനായ നീ തന്നെയാകുന്നു എന്ന് പറയപ്പെടുന്നതാണ് ആ സങ്കല്പം. ആ സങ്കല്പത്തെ ലോകത്തിന് മുമ്പിൽ അതിശക്തമായി ഉയർത്തിക്കാട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിൽഗ്രിം ടൂറിസം സർക്യൂട്ടിന്റെ സാധ്യതകൾ ഏതളവിൽ കേരളത്തിന് പ്രയോജനപ്പെടുത്താം എന്ന് ഈ സംഗമത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുകയാണ്. ഒരു മുസ്ലിം ആരാധനാലയമായ വാവിനപള്ളിയിൽ കയറി നേർച്ചയിട്ട് അവിടെ നിന്ന് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടെ ശബരിമല ശാസ്താവിനെ പോയി കൊണ്ട് തൊഴുതു വരുന്ന ഈ മനോഹര സങ്കല്പം വർത്തമാനകാല ഇന്ത്യൻ മതനിരപേക്ഷതയിൽ ഒരൊറ്റ സംഘത്തെ മാത്രമേ പൊള്ളിക്കാൻ സാധ്യതയുള്ളൂ. അത് നിർഭാഗ്യവശാൽ ഇന്ത്യ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യ മതരാഷ്ട്രമായി കാണാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വർഗീയവാദികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും സമ്മോഹനമായി ഈ ചടങ്ങ്, ഒരു മുസ്ലിം ആരാധനാലയത്തിൽ കയറി നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് ഹിന്ദു ക്ഷേത്രത്തിൽ കയറി ദേവനെ തൊഴുത് മടങ്ങി വരുന്ന ഈ അത്യന്തം അഭിമാനകരമായ ഈ ചടങ്ങ്, ഈ മുഹൂർത്തം ഇന്ത്യ എന്ന ആശയത്തിന്റെ ആത്മപ്രകാശനമാണ്. അതിനെ ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിലെ ദേവസ്വം ബോർഡ് അഭിമാനത്തോടുകൂടി ഉയർത്തിക്കാട്ടുകയാണ്. അത് ഉയർത്തിക്കാട്ടുമ്പോൾ പൊള്ളലേൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഒറ്റ സംഘത്തിനേ ഉള്ളൂ. ആ സംഘം എന്ന് പറയുന്നത് ഇന്ത്യൻ വർഗീയവാദികളാണ്. പക്ഷെ അതിൽ പോലും അല്പ അന്തസ്സുള്ളവർ കൊണ്ടായിരിക്കാം, അതിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നു ഇത് പൊറാട്ട് നാടകമെന്നും ഇത് തട്ടിപ്പെന്നും ഇത് മറ്റു ചില ഏർപ്പാടെന്നും ഒക്കെ പറഞ്ഞ് അപഹസിക്കാൻ തയ്യാറായി മുമ്പോട്ടേക്ക് വന്ന അപൂർവം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ
അല്പ അന്തസ്സുള്ള ആളുകൾ ഇതിൽ ഞങ്ങൾ പങ്കെടുക്കും. ഇതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. ഇത് ശ്രദ്ധേയമാണ്, ഇത് നടത്തപ്പെടേണ്ടതാണ്, ഇത് അനിവാര്യമാണ് എന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സംശയം വേണ്ടതില്ല. ഇന്ത്യ എന്ന ആശയത്തിന്റെ ആത്മപ്രകാശനമാണ് കേരളത്തിൽ നടത്തപ്പെടാൻ വേണ്ടി പോകുന്ന ആഗോള അയ്യപ്പ സംഗമം. വ്യത്യസ്ത രാഷ്ട്രീയ ആശയധാരയിൽ പെടുന്നവർ, വ്യത്യസ്ത സാമുദായിക ജാതി വിശ്വാസങ്ങളിൽ പെടുന്നവർ, അവരെല്ലാവരും ഈ മനോഹരമായ ആശയത്തിന്റെ പ്രകാശനത്തിനായി സെപ്റ്റംബർ 20 ഒത്തുചേരുമ്പോൾ അത് കേരളത്തിന്റെ ആകെ അഭിമാനകരമായ ഒരു വിളംബരമായി മാറും. അതിൽ പങ്കെടുക്കാത്തവർ നിർഭാഗ്യവശാൽ സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാകുമെന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സാംശീകരിക്കാൻ കഴിയുന്നത്. ജയ്ക്ക്, ഇതിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയും? ഇതിൽ യുവതികൾക്ക് പങ്കെടുക്കാൻ കഴിയുമോ? ശബരിമലയിൽ ആദ്യമായി കാൽകുത്തിയ യുവതി എന്ന നിലയ്ക്ക് കാൽകുത്തിയ ബിന്ദു അമ്മിണി അടക്കമുള്ളവർക്ക് അവിടേക്ക് പ്രവേശനമുണ്ടാകുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടോ? അങ്ങ് ചോദിച്ച ഈ സൂക്ഷ്മതയിലുള്ള ഈ വ്യക്തിയെ സംബന്ധിച്ചും ഈ ചോദ്യത്തെ സംബന്ധിച്ചും ഇതിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആദരണീയനായ കേരളത്തിന്റെ തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആകെ സംഘടിത രൂപമായിട്ടുള്ള തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നതാണ്. അതിൽ ഇപ്പോൾ 2025 നിയതമായ സാഹചര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആചാര വിശ്വാസ ക്രമങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ ആകെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുടെ കൂട്ടായ്മയായിട്ട് ഈ ചടങ്ങ് മാറാൻ പോകുന്നില്ല. പിന്നെ ഇതിൽ ഏതൊക്കെ നിലവാരത്തിലുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അത് ഇതിനോടകം വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരുടെ സംഘം ഈ പരിപാടിയിൽ പങ്കെടുക്കും. ചലച്ചിത്ര നടന്മാരും അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയിലെ നേതാക്കന്മാരും ഈ ചടങ്ങിന്റെ ഭാഗമാകും. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും 500, 700, 750 അധികം വരുന്ന പ്രതിനിധി സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ ഈ ചടങ്ങിന്റെ ഭാഗമാകും. അതിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടാകും, ചുമട്ട് തൊഴിലാളികൾ ഉണ്ടാകും, വ്യാപാര വ്യവസായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുണ്ടാകും. ഇവരാകെ ഈ മനോഹരമായ സങ്കല്പത്തിന്റെ ആത്മപ്രകാശനം എന്ന ഒറ്റ ആശയത്തിൽ സംഗമിച്ചുകൊണ്ട് അവരുടെ ആകെ ഒരു പ്രതീകമായി, ഒരു ഒത്തുചേരലായി കേരളത്തിന്റെ ഈ അഭിമാനാർഹമായ സ്ഥലത്തെ കൂടുതൽ കരുത്തോടുകൂടെ ലോകത്തിന് മുമ്പിൽ വിളംബരം ചെയ്യാൻ കഴിയുന്ന, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും ഇനിയും മുന്നേറ്റങ്ങളിലേക്ക് നയിക്കാനും കഴിയുന്ന ഒരു വിളംബര സംഗമം കൂടെയായി ഈ ആഗോള അയ്യപ്പ സംഗമം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. ഈ അയ്യപ്പ ഭക്തർ എന്ന് പറയുമ്പോൾ അത് ക്ഷേത്രത്തിലെ ആചാരങ്ങളെ തന്നെ മനസ്സിലാക്കി വീട്ടിലിരുന്ന് അയ്യപ്പനെ പൂജിക്കുന്ന, അയ്യപ്പനെ അതിൻ്റെ ഭക്തരായിട്ടുള്ള യുവതികളടക്കമുള്ളവർ ഉണ്ട്. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഈ അയ്യപ്പ സംഗമം വയ്ക്കുമ്പോഴും അവർക്ക് ആ വേദിയിലും പ്രവേശനം ഉണ്ടാകില്ലേ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം TDB അഥവാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഈ സംഗമത്തെ കുറിച്ച് മാത്രമാണ് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിയുക. മറ്റുള്ള സംഘടനകൾ ഇത് സംഘടിപ്പിക്കുന്നുണ്ടോ അതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ചില ആളുകൾ പത്തനംതിട്ടയിലോ മറ്റു ചില കേന്ദ്രങ്ങളിലോ എവിടെയോ വെച്ച് സമാനമായി സംഘടിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ള വാർത്തകൾ കണ്ടു. ഞാൻ ഈ അയ്യപ്പ സംഗമത്തെ കുറിച്ചാണ് ചോദിച്ചത്. ആ ക്ലാരിറ്റിയാണ് വേണ്ടത്. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് എന്നേക്കാൾ ആധികാരികമായി അങ്ങയുടെ അത്തരം സംശയങ്ങൾക്കുള്ള മറുപടി ഈ ദേവസ്വം ബോർഡിന്റെ വകുപ്പിന്റെ ചുമതല കൂടി ഉൾക്കൊള്ളുന്ന വകുപ്പ് മന്ത്രി സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ക്ഷേത്രങ്ങളിലെ ആകെ സംഗ്രഹീത രൂപമാണ് TDB എന്നുള്ളത് കൊണ്ട് തന്നെ അവർ 2025 ഈ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളോട്, വിശ്വാസങ്ങളോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടുള്ളവരുടെ വിപുലമായ ഒരു കൂട്ടായ്മ എന്ന നിലയിലായിരിക്കും ഈ അയ്യപ്പ സംഗമത്തെ സംഘടിപ്പിക്കുക. അതാണ് നമുക്ക് മുമ്പിൽ ലഭ്യമായിട്ടുള്ള വിവരം. അപ്പോഴും അവിടെ ക്ലാരിറ്റി ഇല്ലാത്ത ഒന്ന്, അയ്യപ്പ ഭക്തരായിട്ടുള്ളവർ ആ ക്ഷേത്രത്തിൽ ശരണം വിളിച്ച് കയറുന്ന അയ്യപ്പ സ്വാമിമാർ മാത്രമല്ല, വീടുകളിലിരിക്കുന്ന സ്ത്രീകളുമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അതിൽ ആർക്കൊക്കെയാണ് പ്രവേശനം? മനസ്സിലാക്കുന്നത് അതിനകം മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 3000-ഓളം വരുന്ന പ്രതിനിധികൾക്ക് നിർബന്ധമായും ക്ഷേത്ര ദർശനം ഉറപ്പാക്കുന്ന നിലയിൽ, ശബരിമലയിലെ അയ്യപ്പന്റെ ദർശനം ഉറപ്പാക്കുന്ന നിലയിലുള്ള കാര്യപരിപാടി ഈ സംഗമത്തിന്റെ ഭാഗമാണ് എന്ന് വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിയതമായി 2025 പശ്ചാത്തലത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്തി തൊഴുതു വരാൻ സാധ്യതയുള്ള ആ വിശ്വാസക്രമത്തോട് ആഭിമുഖ്യമുള്ളവരുടെ സംഗമമായിരിക്കും ഇതെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടതില്ല.
നിയമപരമായി അപ്പോഴും കയറാൻ യുവതികൾക്ക് അവിടെ അവകാശം നിലനിൽക്കുന്നുമുണ്ട്. അതിനെ ആരും ഇതുവരെയും ആ അർത്ഥത്തിൽ നിയമപരമായി തടഞ്ഞിട്ടില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിനകത്തൊക്കെയാണ് ഒരു ക്ലാരിറ്റി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രതിപക്ഷമടക്കം പറഞ്ഞിരിക്കുന്നത് അന്നെടുത്ത കേസുകളിൽ നിന്ന് പിന്നോട്ട് പോകുമോ, കോടതിയിൽ ഇരിക്കുന്ന സത്യവാങ്മൂലത്തിൽ എന്തായിരിക്കും നിലപാടുണ്ടായിരിക്കുക, ആ കാര്യങ്ങളിൽ മാത്രം വ്യക്തത വന്നാൽ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന് പ്രതിപക്ഷമടക്കം പറഞ്ഞിരിക്കുകയാണ്. ഇനി നിർബന്ധമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തേക്ക് വന്ന അങ്ങ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എന്നോട് ചോദ്യം ചോദിച്ചത്. ഇരിക്കട്ടെ, പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് പറയാൻ കഴിയുന്ന അന്തസ്സുള്ള ഒരാളെയും ഈ വിഷയത്തിൽ മാത്രമല്ല കുറച്ചധിക ദിവസങ്ങളായി പല വിഷയങ്ങളും നമ്മൾ ഇത്തരം സംവാദങ്ങൾ കാണാറില്ല. പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ബഹിഷ്കരിക്കുകയാണോ എന്ന് ആദരണീയനായ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ബഹിഷ്കരിക്കുകയല്ല. പങ്കെടുക്കുമോ എന്ന് ആദരണീയനായ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു. പങ്കെടുക്കുകയില്ല. അതായത് ബഹിഷ്കരിക്കാതെ പങ്കെടുക്കില്ല എന്ന ലളിതയുക്തിയിൽ എനിക്കോ ഞാൻ ചിന്തിക്കുന്ന നിലയിൽ മറ്റ് സാധാരണക്കാരായ മലയാളികൾക്കോ മനസ്സിലാകാത്ത പുതിയൊരു തരം പരിപാടിയാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിൻ്റെത്. അങ്ങേക്ക് വ്യക്തിപരമായത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങൊന്ന് വിശദീകരിച്ചത് എനിക്കൂടെ സഹായമാകും. ബഹിഷ്കരിക്കാതെ പങ്കെടുക്കില്ല എന്ന പുതിയ സമീപനം 2025 ഇന്ത്യയിൽ മറ്റു പാർട്ടികളാരും കണ്ടെത്തിയതായിട്ട് എന്റെ പരിമിതിയിൽ ഇല്ല. പക്ഷെ അത്തരം ഒരു പുതിയ ഏർപ്പാട് കണ്ടെത്തിയ 2025 ആധുനിക താരകമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് കേട്ട ഒരു പ്രയോഗമാണ് ബഹിഷ്കരിക്കാതെ പങ്കെടുക്കില്ല. എന്നിട്ട് അവർ തിരികെ ചോദിക്കുന്നത് എന്താണ്? അവർ തിരികെ ഈ സുപ്രീം കോടതി ഉത്തരവിന്റെ മുൻകാലയളവിലെ അനുഭവത്തെ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ നിലപാടെന്ത് എന്നുള്ളതാണ്. ഒന്ന്, ആ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലുണ്ടായ സംഭവവികാസങ്ങളും 2025 TDBയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഭരണഘടനാ സിദ്ധമല്ലാത്ത ഒരു മനുഷ്യത്വ വിരുദ്ധതകളുടെയും ആഘോഷ കേന്ദ്രമല്ല ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത്. അത് മറ്റൊരു വിഷയത്തിൽ സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ ആകെ നിലപാട് എന്തായിരുന്നു? ആരൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഘട്ടം ഉയർന്നു വന്നപ്പോൾ, സമുദായ സംഘടനകളിൽ ചിലരുടെ എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ ആരൊക്കെ ആ നിലപാട് തൊണ്ടയിലേക്ക് വെള്ളം വിഴുങ്ങുന്നത് പോലെ വിഴുങ്ങി പുതിയ നിലപാട് പുറത്തേക്ക് ഛർദ്ദിച്ചു? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള ഘട്ടമാണെന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ച് കരുതുന്നില്ല. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി പരിപാടി എന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാതെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആത്മപ്രകാശനത്തിന്റെ ഒരു അനുഭവം എന്ന നിലയിൽ ഇതിനോടകം ചരിത്ര വിജയമാകുമെന്ന് എല്ലാവരും ഉറപ്പുള്ള ഈ കാര്യത്തെ വളരെ പോസിറ്റീവായ മനോഭാവത്തോടുകൂടെ അങ്ങേയറ്റം സത്യസന്ധവും അതോടൊപ്പം മലയാളികളുടെ അഭിമാനബോധത്തെ ഉയർത്തുന്നതുമായ ഒരു കാര്യം എന്ന നിലയിൽ ഉയർത്തിക്കാട്ടണം എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ശരി ജിതിൻ, ഈ തരത്തിൽ ഇതിനെ ഒരു പാർട്ടി പരിപാടിയായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും നമുക്കറിയാം ഇത് അയ്യപ്പ ഭക്തരുടെ ഒരു സംഗമം എന്നുള്ള നിലയ്ക്ക്, അതുകൊണ്ട് തന്നെ വിശ്വാസികളിലേക്ക് വലിയ അർത്ഥത്തിൽ കടന്നു കയറുവാൻ ഇതിലൂടെ CPM-ന് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനെ ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയായി തന്നെയാണ് ഇതിനോടകം നിരീക്ഷിച്ചിട്ടുള്ളതും മനുഷ്യർ പൊതുവെ പുറത്തുനിന്ന്. അതുകൊണ്ടാണ് BJPക്ക് ഈ വിഷയങ്ങളിൽ ഭയമുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോഴും ഇത് ശബരിമലയുടെ വികസനത്തിനായി ഭക്തരുടെ ഒരു നന്മയ്ക്കായി സംഘടിപ്പിക്കുന്ന പരിപാടി എന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുമ്പോൾ അതിൽ BJPക്ക് എതിർപ്പ് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഒരു ബദൽ സംഗമവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് എങ്ങനെയാണ്? ലക്ഷ്മി, എൻ്റെ ചില ചോദ്യങ്ങൾക്ക് CPM പ്രതിനിധിയുടെ നിന്ന് ഉത്തരവുണ്ടാകും, അല്ലെങ്കിൽ അങ്ങ് ഉത്തരം വാങ്ങിത്തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചോദിക്കൂ. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ധാരാളം മഹാഗണപതി ക്ഷേത്രങ്ങളുണ്ട്, മഹാദേവ ക്ഷേത്രങ്ങളുണ്ട്, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട്, മറ്റു ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. എന്തിനാണ് ഈ പ്രത്യേക ആചാരക്രമമുള്ള ശബരിമലയെ, അല്ലെങ്കിൽ 2019 ജനുവരി മാസം 2-ാം തീയതി ഇവർ വലിയ നവോത്ഥാനം സൃഷ്ടിച്ച ഈ ശബരിമലയെ, ഭഗവാൻ അയ്യപ്പനെ ഇതിനു വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്? എന്റെ ഒന്നാമത്തെ സംശയം അതാണ്. രണ്ട്, ഈ പരിപാടി നടക്കുന്നത് പമ്പയിലാണ്. ഗണപതി ഒന്നാമത്തെ സംശയത്തിന് ഉത്തരം വാങ്ങിപ്പോയാൽ മതിയോ? നമുക്ക് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് വല്ലാതെ സമയം എക്സ്റ്റെൻഡ് ചെയ്യണേക്കാളും ഒരു ചോദ്യം ചോദിച്ച് മറുപടി വാങ്ങി വന്നാൽ മതിയോ? ജയ്ക്ക് അതിന് മറുപടി വേഗത്തിൽ.
നിശ്ചയമായും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ഞാൻ കരുതുന്നു അദ്ദേഹം വിശ്വാസിയായ ഒരു BJP-യുടെ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രതിനിധി കൂടിയാണ്. അദ്ദേഹം കേരളത്തിൽ മറ്റ് ആരാധനാലയങ്ങൾ പോലെ അല്ലെങ്കിൽ സൂക്ഷ്മതയിൽ അല്പം കൂടെ വിശദീകരിച്ചാൽ മറ്റു ക്ഷേത്രങ്ങൾ പോലെ സമീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ മലയാളിക്ക് ശബരിമല എന്ന് പറയുന്നത്? വിശ്വാസിയോ അവിശ്വാസിയോ ആരുമാവട്ടെ, ഹൈന്ദവനോ മുസൽമാനോ ക്രൈസ്തവനോ ആരുമാവട്ടെ, ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ അഭിമാന പ്രതീകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആരാധനാലയത്തിന്റെ പ്രഥമ പട്ടികയിൽ ഒന്നാമത് വരുന്നതാണ് ശബരിമല എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ വ്യത്യസ്ത മതവിശ്വാസികളുടെ ആകെ ഹൃദയം കീഴടക്കിയിട്ടുള്ള ഒരു ആരാധനാലയമാണ് ശബരിമല എന്ന് പറയുന്നത്. ശബരിമലയുടെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന, അത് പുറത്തുനിന്ന്, കേരളത്തിന് പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന. ലക്ഷ്മിയാണ് മറുപടി പറഞ്ഞത്. എന്താണ് ദീപസ്തംഭം മഹാചര്യം എന്ന് പറയുന്നത് പോലെ ശബരിമല മഹാചര്യം എനിക്കും കിട്ടണം വോട്ടും പണവും. ഇത് തന്നെയാണ് അതിന്റെ പമ്പ. രണ്ടാമത്തെ ചോദ്യം, പമ്പയിലാണല്ലോ പരിപാടി നടക്കുന്നത്. അവിടെ ഒരു ഗണപതി ഭഗവാനുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാരുടെ നിലപാട് ഗണപതി മിത്താണെന്നാണ്. ജയിക്കിന് ഇപ്പോൾ ആ നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്റെ രണ്ടാമത്തെ സംശയം അതാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി. അങ്ങ് മലയോര സമുദായത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായി നാട് ഭരിക്കുകയാണ്. എന്തുകൊണ്ട് മലയോര സമുദായത്തിന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അവർക്കുണ്ടായിരുന്ന അവകാശങ്ങൾ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരു നടപടി നിങ്ങൾ പറയുന്ന മതനിരപേക്ഷ നവോത്ഥാന ഈ സംസ്ഥാന പിണറായി സർക്കാരിന് സാധിച്ചില്ല? എന്തുകൊണ്ട് സാധിച്ചില്ല? നിങ്ങൾ മലയോര സമുദായവുമായിട്ട് ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? ഈ പരിപാടി നിശ്ചയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ പേട്ട സംഘങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്ത്രി കുടുംബത്തിന്റെ നിലപാടാണല്ലോ. തന്ത്രി കുടുംബവുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? പന്തളം കൊട്ടാരവുമായി നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലേ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന്. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി പ്രഖ്യാപിച്ചതാരാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണോ? നിങ്ങളുടെ ദേവസ്വം മന്ത്രിയല്ലേ പറഞ്ഞത്? ഇതിനെ ബാക്കപ്പ് ചെയ്തത് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്? അപ്പോ ദേവസ്വം ബോർഡിന്റെ പരിപാടി മറ്റു രാഷ്ട്രീയ നേതൃത്വം വിശദീകരിക്കുന്നതിൽ ഔചിത്യം ചൂണ്ടിക്കാണിച്ചപ്പോഴല്ലേ ഇപ്പോൾ നിങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കളത്തിലേക്ക് ഇറക്കിവിട്ടത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭക്തന്മാർക്ക് ക്ലബ് മെമ്പർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണല്ലോ നിങ്ങൾ മെയിൻ നടിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് 3 കോടി രൂപ തരുന്ന ആൾക്ക് ഡയമണ്ട് മെമ്പർഷിപ്പ്, 1 കോടി തരുന്ന ആൾക്ക് ഗോൾഡ് മെമ്പർഷിപ്പ്, 50 ലക്ഷം തരുന്നവർക്ക് ഇത്ര മെമ്പർഷിപ്പ് എന്ന് നിങ്ങൾ ഇങ്ങനെ കാറ്റഗറി ഏർപ്പെടുത്തിയത്, ക്ലബ് മെമ്പർഷിപ്പ് ഏർപ്പെടുത്തിയത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ നാട് ആലപ്പുഴയ്ക്ക് അടുത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആലപ്പുഴയിലെ പത്തനംതിട്ടയിലെ മുഴുവൻ സ്റ്റാർ ഹോട്ടലുകളും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്? സെപ്റ്റംബർ മാസം 19-ാം തീയതി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്? അപ്പോ അയ്യപ്പൻ എന്ന് പറയുന്ന വിശ്വാസം സാധാരണക്കാരനായാലും പണക്കാരനായാലും എത്ര വലിയ കോടീശ്വരനായാലും അവൻ നോമ്പെടുത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ വന്ന് അവന്റെ അയ്യപ്പനെ, അവന്റെ ഭഗവാനെ കണ്ട് തൊഴുത് കണ്ണീരോടെ അവന്റെ വിഷമതകൾ ഇറക്കി വെക്കുമ്പോൾ അവന് കിട്ടുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട് ജയിക്ക്. ആ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ശബരിമലയിലേക്ക് വരുന്നത്. നിങ്ങളിപ്പോ ഉന്നം വെക്കുന്നത് ശബരിമല വിശ്വാസത്തിന്റെ മറവിൽ എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കാം. കാരണം ലോക കേരള സഭ എന്ന് പറയുന്ന ഉഡായിപ്പിനെ പിന്തുണയ്ക്കാൻ ഒരു വ്യവസായ സമൂഹം കേരളത്തിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. അപ്പോ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത് നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ തന്നെയല്ലേ പാടി പുകഴ്ത്തിയത് ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും വാഴ്ത്തിയിടാൻ കാരണഭൂതനായ പിണറായി വിജയനുണ്ടല്ലോ. നിങ്ങൾ സംഘടിപ്പിക്കുന്നത് പിണറായി വിജയന്റെ പേരിൽ ഒരു സംഗമം സംഘടിപ്പിക്കുക. ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം. അപ്പോ നിങ്ങൾക്ക് അയ്യപ്പനെ നിങ്ങളുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പിന് വേണ്ടിയിട്ട് ബലിയാടാക്കുന്നത് വിശ്വാസം ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല ലക്ഷ്മി. കാരണം ജനങ്ങളതൊക്കെ ശബരിമലയെ സുവർണാവസരമാക്കണം എന്ന് പറഞ്ഞ ലീഡേഴ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM ഇങ്ങനെ ഒരു പരിപാടിക്ക് മുൻകൈ എടുക്കുമ്പോൾ, ഈ ഇടതുപക്ഷ സർക്കാർ മുൻകൈ എടുക്കുമ്പോൾ ആ ഭയമുണ്ടോ? നിങ്ങളുടെ പോയ വോട്ട് ബാങ്ക്, നിങ്ങൾ അവരിലേക്ക് കടന്നു കയറിയ വോട്ട് ബാങ്കുകൾ അവർ തിരിച്ചു കൊണ്ടുപോകുമോ എന്ന ഭയമുണ്ടോ? ലക്ഷ്മി, വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് BJP ആദ്യം മുതലേ എതിരാണ്. BJP വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാറില്ല. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ലക്ഷ്മിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പദ്ധതി, ഏതെങ്കിലും ഒരു അന്ത്യോദയ പദ്ധതിക്കകത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ചെയ്യണം. നിങ്ങൾ പറഞ്ഞത് ഞങ്ങളാണല്ലോ ഹിന്ദുത്വത്തിന്റെ ഹോൾസെയിൽ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ ഭയമില്ല ലക്ഷ്മി. ജനങ്ങൾ ചർച്ച ചെയ്യണം.
പിണറായി വിജയന്റെ 2 പേര് കയറിയപ്പം ഹർത്താലുണ്ട്, ഒരാൾ കയറിയപ്പോൾ ഹർത്താലില്ലേ? സ്വരാജിന്റെ പഴയ പ്രസ്താവന ഉണ്ടല്ലോ, അയ്യപ്പന്റെ ബ്രഹ്മചാരിത്വം നഷ്ടപ്പെട്ടു, ഇനി അയ്യപ്പൻ മാളികപ്പുറത്തെ വിവാഹം ചെയ്യുമോ, ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിലേക്ക് പോകുന്നത് പിന്നെ എന്താ വേറെ വല്ലതൊക്കെ കാണിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ശ്രീമതിയുടെ ഒക്കെ പ്രസ്താവന ഉണ്ടല്ലോ. ഇതൊക്കെ ജനങ്ങൾ വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്ത് കാണട്ടെ ലക്ഷ്മി. ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഇവരുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നെറുകയിൽ അടിക്കാൻ പോകുന്ന ആണിയായിട്ട് മാറും. കാരണം അയ്യപ്പനെ വെച്ചാണ് ഇവർ കളിക്കാൻ പോകുന്നത്. ഇനി ഇത് പശ്ചാത്താപമാണോ പാപപരിഹാരമാണോ ഞങ്ങൾക്കറിയില്ല. കാരണം ഈ അയ്യപ്പ കോപം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ വീട്ടിന് സമീപം ഗോശാല സ്ഥാപിക്കണമെന്നും 108 പിന്നെ എന്താ പറയുക ഗോക്കളെ പൂജിക്കണമെന്നും എന്താ പറയുക ആഗോള തലത്തിൽ ഭക്തജനങ്ങളെ വിളിച്ചുകൂട്ടി ഭക്തജന സംഗമം സംഘടിപ്പിച്ചു. ഇതൊക്കെ ചിലപ്പോൾ എനിക്കറിയില്ല ഗോവിന്ദ പൊതുവാളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവർ കച്ചവടം ചെയ്യാൻ പോകുന്നത് അയ്യപ്പനെയാണ് ലക്ഷ്മി. ഇവർ അനുഭവിക്കാൻ പോവുക. ഇത് ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല. ഇതൊക്കെ കാണിക്കണം, ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യണം ലക്ഷ്മി. ഇതാണ് BJPയുടെ നിലപാട്. ജയ്ക്ക്, ഇതിനകത്ത് കോടതിയടക്കം ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ട്. ഇതിന്റെ സ്പോൺസർഷിപ്പ് ആരാണ് എന്നതടക്കം. ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ച ഈ ഭക്തരെ കാറ്റഗറൈസ് ചെയ്യുന്ന ഏർപ്പാട്, അത് ഞാനും നീയും ഒന്നാണ് എന്ന് പറയുന്ന ആ സങ്കല്പം, ആ മനോഹരമായ സങ്കല്പത്തിന് തന്നെ എതിരായ ഒന്നല്ലേ? ആ സമത്വത്തിനെതിരായ ഒന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഞാൻ ആ കാറ്റഗറിക്കൽ ചോദ്യത്തിനേക്കുള്ള മറുപടിയിലേക്ക് വരാം. അപ്പോ അതിന് തൊട്ടു മുമ്പ് ബഹുമാന്യനായ BJP നേതാവ് ദീർഘനേരം അങ്ങയുടെ ഒരു ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദീർഘനേരം അദ്ദേഹം ആക്ഷേപം ചുരിയുകയാണ്. അദ്ദേഹം പല ആളുകളെയും വ്യക്തിപരമായി പേരെടുത്ത് അവഹേളിക്കും വിധം പരാമർശിച്ചു. ബഹുമാന്യനായ ശ്രീമതി ടീച്ചറെ സംബന്ധിച്ചായിരിക്കും ശ്രീമതി എന്നൊക്കെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് പരാമർശിച്ചു. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ചെറുപ്പക്കാരനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ശ്രീമതി ടീച്ചറുടെ ഒപ്പം പ്രായം ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീമതി ടീച്ചർ എന്നങ്ങ് കൂട്ടിക്കോളൂ. അതെ, ഇപ്പൊ എന്തായാലും ക്ഷമിക്കണം, ശ്രീമതി ടീച്ചർ എന്നങ്ങ് കൂട്ടിക്കോളൂ. പക്ഷേ പ്രസ്താവനകളെ പറ്റി അങ്ങ് വിശദീകരിക്കൂ. മാറ്റമുണ്ടോ? അപ്പോ അല്ലല്ല, എല്ലാം ഞാൻ പറയാം. ഈ പണം ഉൾപ്പെടെ, മിത്ത് ഉൾപ്പെടെ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉൾപ്പെടെ, ഹൈന്ദവർക്ക് വേണ്ടി മാത്രം BJP ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളെ ഉൾപ്പെടെ അങ്ങ് ചോദിച്ച എല്ലാ കാര്യങ്ങളും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ മറുപടി പറയാം. ഞാൻ എന്റേതായ ഒരു പുതിയ വാദമോ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ല. ഒന്ന്, അവതാരക ഇതിനെ സംബന്ധിച്ച് സംസാരിച്ച് വരവെ സൂചിപ്പിച്ചു ശബരിമലയുടെ പ്രത്യേകത. കേരളത്തിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ കോടാനുകോടി വരുന്ന വിശ്വാസികൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ തീർത്ഥാടന പരിപാടിയും അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ആകെ സാമ്പത്തിക ഉന്നമനത്തിന് കരുത്തും കരുതലുമാകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഉടനെ പറയുകയാണ്, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും അമ്പലങ്ങളെ സംബന്ധിച്ചും ആരാധനാലയങ്ങളെ സംബന്ധിച്ചും പറയുമ്പോൾ പണം എന്ന് ചിന്തിക്കുന്നത് നടക്കുന്ന അപൂർവ ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അമ്പലം എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ നാട്ടിൽ പറയേണ്ട വരുന്ന അനിവാര്യമായ ദുരന്തത്തിന്റെ പ്രതീകമായ ഒരു പേരാണ് അമ്പലം വിഴുങ്ങികൾ. അമ്പലത്തെ ഉപയോഗിച്ച് പണം അടിച്ചു മാറ്റി അമ്പലം വിഴുങ്ങികളായി മാറിയിട്ടുള്ള അപൂർവം ചില ആളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ശബരിമല എന്ന് കേട്ടാലോ, ഗണപതി ക്ഷേത്രം എന്ന് കേട്ടാലോ, തിരുനക്കര എന്ന് കേട്ടാലോ, അല്ലെങ്കിൽ മറ്റു പള്ളികളോ ഏത് ചെറു ആരാധനാലയങ്ങൾ കേട്ടാലോ ഉടനെ എങ്ങനെ അതിൽ നിന്ന് ഭക്തരുടെ കാശടിച്ചു മാറ്റി കീശ വീർപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതാരുടെയും കുറ്റമല്ല. പക്ഷേ അവരെ പോലെയല്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം. അവരെ പോലെയല്ല കേരളത്തിലെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം അങ്ങോട്ടേക്ക് കൊടുത്ത് കേരളത്തിൽ വരുമാനമില്ലാതിരിക്കുന്ന നൂറുകണക്കിന് വരുന്ന ക്ഷേത്രങ്ങളെയും അതിന്റെ ജീവനക്കാരെയും അതിന്റെ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ മാസവും കുറയാതെ എല്ലാ സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങളോട് കൂടിയിട്ടുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും അവകാശങ്ങളും അങ്ങോട്ടേക്ക് പമ്പ് ചെയ്ത് അതിന്റെ പേരിൽ കോളേജുകളും സ്കൂളുകളും സ്ഥാപിച്ച് അതിന്റെ പേരിൽ ഏറ്റവും മെറിറ്റോറിയസ് ആയ പ്രവേശനം നൽകി അവരെയൊക്കെ പഠിപ്പിക്കുന്ന കേരളീയ അനുഭവം കാണുമ്പോൾ ഈ അസൂയയും കുശുമ്പുമുള്ള അമ്പലം വിഴുങ്ങിങ്ങൾക്ക് തോന്നും, അയ്യോ ഇതേ കാശ് വരുന്നു, ഇത് അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമായിരുന്നല്ലോ തോന്നും. ആ ഏർപ്പാട് കേരളത്തിലെ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചോ കേരളത്തിലെ ദേവസ്വം ബോർഡിനെ കേന്ദ്രീകരിച്ചോ ഒരാളും ആഗ്രഹിക്കേണ്ടതില്ല. അത് നടക്കാനും പോകുന്നില്ല. അതിനുവേണ്ടി ആരും കിരാമും കാണണ്ട. അത് വ്യക്തമായി ആ കാറ്റഗറൈസ് ചെയ്യുന്ന ഏർപ്പാട് അല്ല, അദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനൊക്കെ മറുപടി പറയണ്ടേ? അല്ലെങ്കിൽ പ്രേക്ഷകർ, സത്യസന്ധരായ പ്രേക്ഷകർ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കുമല്ലോ. BJP നേതാവിന്റെ മിത്ത് പരാമർശത്തെ സംബന്ധിച്ച്, BJP ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോ ഇടതുപക്ഷക്കാർക്കൊന്നും മറുപടി ഇല്ലാതെ ഞങ്ങൾ പഴം വിഴുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് മിത്ത് വിവാദത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസമുണ്ട്. ക്രിസ്തുമത വിശ്വാസികൾ കരുതുന്നത് അല്ല, ഞാൻ ഒന്നാമത്തേതിന് മറുപടി പറഞ്ഞല്ലോ പണത്തെ സംബന്ധിച്ച്. രണ്ടാമത്തേത് മിത്തിലേക്കാണ്. മിത്ത് വിവാദത്തെ സംബന്ധിച്ചുള്ളതാണ്. എനിക്ക് മനസ്സിലായില്ല. 3 കോടി 1 കോടി 50 ലക്ഷം 10 ലക്ഷം ഇതെന്താണ് ജയ്ക്ക്? എനിക്ക് മനസ്സിലായില്ല ജയ്ക്ക്, ക്ഷമിക്കണം ജയ്ക്ക്, ഇടപെടുന്നതിൽ ക്ഷമിക്കണം. എനിക്ക് മനസ്സിലാകാത്തോണ്ടാണ് ജയ്ക്ക്, ഒന്ന് മനസ്സിലാക്കി തരൂ.
എന്താണ് ഈ 3 കോടി 1 കോടി 50 ലക്ഷം 10 ലക്ഷം ഒന്ന് മനസ്സിലാക്കി തരൂ പ്ലീസ്. അങ്ങയോട് ക്ഷമ ചോദിക്കാതിരിക്കാൻ ഞാൻ ഇടപെട്ടേ ഇല്ല. ആ മര്യാദ അങ്ങയിൽ നിന്ന് ഞാൻ തിരികെ പ്രതീക്ഷിക്കുകയാണ്. ഇരിക്കട്ടെ. അപ്പോ വ്യത്യസ്ത വിശ്വാസികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. ക്ഷമിക്കണം ജേക്ക്, പക്ഷെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ ജേക്ക് പ്ലീസ്. സോറി, ഞാനെന്റെ ഭാഗം വിടാം. അപ്പോ വ്യത്യസ്ത മതവിശ്വാസികൾക്ക് ഓരോ കാര്യത്തിലും വ്യത്യസ്ത സങ്കല്പമാണ്. ഞാൻ കരുതുന്നു ബൈബിൾ വായിക്കുന്ന ക്രിസ്തു മതവിശ്വാസികൾ അവർ കരുതുന്നത് ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇസ്ലാം മതവിശ്വാസികൾക്കും ഹിന്ദു മതവിശ്വാസികൾക്കും വ്യത്യസ്ത സങ്കല്പമുണ്ട്. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്ന് ഉദയം ചെയ്തു വന്നിട്ടുള്ള മനുഷ്യഭാഗങ്ങളൊക്കെ സംബന്ധിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ അതെല്ലാം വ്യത്യസ്ത മതവിശ്വാസികൾ പഠിക്കുന്ന പുസ്തകത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴോ അപ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ യുക്തി കലർന്ന കാര്യം എന്താണോ അതാണ് നമ്മൾ പഠിക്കാറുള്ളത്. അതാണ് ആ മിത്ത് വിവാദത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. രണ്ടാമത്, ഈ ഏതെങ്കിലും ഒരു മതവിശ്വാസികൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം BJP എന്തെങ്കിലും ചെയ്തോ അത് വസ്തുതയാണ്. അങ്ങ് മനസ്സിലാക്കേണ്ടത് BJP കേരളത്തിൽ മനുഷ്യന്മാരായി പിറന്ന ഒരു മതവിശ്വാസികളുടെ ജീവിതത്തെ ഉപകാരപ്പെടുത്താൻ നവീകരിക്കാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താണ്? ഹിന്ദു മതവിശ്വാസികളുടെ പരികല്പനയുണ്ടായിരുന്ന ഗൗരി ലങ്കേഷിനെ മുതൽ നരേന്ദ്ര തപോൽക്കറെ മുതൽ ഗോവിന്ദ് ബൻസാരയെ വരെ നിങ്ങൾക്ക് അനുമതി തന്നോ? അതിൽ മുസ്ലിമോ ക്രിസ്ത്യാനോ ഹിന്ദു നിങ്ങൾ നോക്കിയിട്ടില്ല. വെടിവെച്ച് കൊന്നുകളഞ്ഞ് കുടീരത്തിലിരുത്തിയിട്ടുണ്ട്. അതാണ് BJP ഹിന്ദുക്കൾക്കും മനുഷ്യന്മാർക്കും വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. അതിനൊരു സർക്കാർ പദ്ധതിയായി കാണേണ്ട ജയ്ക്ക്, അതിനെ ഒരു സർക്കാർ പദ്ധതിയായി അവതരിപ്പിക്കേണ്ട. ഉറപ്പായും അതിലേക്ക് മറുപടി പറയാനും മറ്റും സമയം വേണ്ടിവരും. അതുകൊണ്ടാണ് അത്തരം പരാമർശങ്ങളിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ട, സമയമില്ലാഞ്ഞിട്ടാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പറയുമ്പോ ഇന്ത്യൻ മതനിരപേക്ഷവാദികൾക്ക് ഈ ഭക്തരെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു സങ്കല്പമുള്ളപ്പോൾ എന്നുള്ളതാണ് പ്രധാനമായും ചോദിച്ചത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ പറയുന്ന രണ്ടാം നവോത്ഥാന മുന്നേറ്റം എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടുവന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോക്ക് അത് നേരത്തെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷത്തിനകത്ത് അത് സംഭവിച്ചു കഴിഞ്ഞു. അത് ഉറപ്പായും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതിപക്ഷമടക്കം ചോദിക്കുന്നുണ്ട്. അതിനും ഉത്തരമില്ലാതെ നിൽക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അങ്ങയെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം. ഒരു കാര്യത്തിലും ഉത്തരവില്ലാതെ നിലനിൽക്കുന്നില്ല. ഇത് നവോത്ഥാനത്തെ സംബന്ധിച്ചോ കോടതി ഉത്തരവിനെ സംബന്ധിച്ചോ ഉള്ള ഏതെങ്കിലും ആ കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ, ആ കാര്യം വിശാല ബെഞ്ചിന് മുന്നിൽ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ അധ്യായമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇപ്പോൾ CPM-നും സർക്കാരിനും നിലപാടില്ലേ എന്ന വിമർശനം വരുന്നത്. ജയ്ക്ക്, നമുക്ക് അതിലേക്ക് വിശദമായി കടക്കാനിപ്പോൾ സമയമേ ഇല്ല. അത് കാരണം ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി ഏതായാലും ചർച്ചയ്ക്ക് എത്തിയതിന്. ജയ് ജിതിൻ ദേവ്, വളരെയധികം നന്ദി.